Okay, differential equation പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ സൊല്യൂഷൻ ആൻഡ് ബേസിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ലാസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് y ഡബിൾ ഡാഷ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ് എന്ന് പറയുന്ന ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ആർ ഓഫ് എക്സ് 0 ആവുകയാണെങ്കിൽ നമ്മൾ പറയും ഇക്വേഷൻ 1 ഈസ് ഹോമോജീനിയസ്. ഇക്വേഷൻ 1 ഈസ് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമുക്ക് പറയാം. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇതിനകത്ത് തൊട്ട് മുമ്പുള്ള ഫണ്ടമെൻ്റൽ തിയറം പറയുന്നതിലൂടെ നമ്മൾ പറഞ്ഞു ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഫൈ ഓഫ് എക്സ് ഒരു സൊല്യൂഷൻ ആണെങ്കിൽ ആ ഫൈ ഓഫ് എക്സിൻ്റെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഫൈ ഓഫ് എക്സ് ഒരു സൊല്യൂഷൻ ആണെങ്കിൽ സി ഫൈ ഓഫ് എക്സ് അതിൻ്റെ മറ്റൊരു സൊല്യൂഷൻ ആയിരിക്കും ഫോർ ആർബിട്രറി കോൺസ്റ്റൻസി. അതുപോലെ തന്നെ ഫൈ 1 ഓഫ് എക്സും ഫൈ 2 ഓഫ് എക്സും സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഹോമോജീനിയസ് കേസിൽ C1 ഫൈ 1 ഓഫ് എക്സ് പ്ലസ് C2 ഫൈ 2 ഓഫ് എക്സ് ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, എനിവേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ജനറൽ സൊല്യൂഷൻ്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ജനറൽ സൊല്യൂഷൻ ആൻഡ് ബേസിസ് എന്നുള്ളതാണ് നമ്മളുടെ കീ ആയിട്ട് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജനറൽ സൊല്യൂഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ജനറലി ഒരു ആർബിട്രറി സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒന്നുകിൽ എന്താവാൻ ലീനിയർ ഡിഫറൻഷ്യൽ ആയിരിക്കാം അല്ലെങ്കിൽ നോൺ ലീനിയർ ആയിരിക്കാം. ഏത് കേസ് നമ്മൾ എടുക്കുകയാണെങ്കിലും ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനകത്ത് ആർബിട്രറി കോൺസ്റ്റൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷനെയാണ് നമ്മളെന്ത് പറയുന്നത് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്ത ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് y ഡബിൾ ഡാഷ് പ്ലസ് വൈ ഡാഷ് മൈനസ് 2y ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് സൊല്യൂഷൻസാണ് ആരെ ഇ റേസ് ടു മൈനസ് 2x എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനാണ്. അതുപോലെ തന്നെ y2 എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് മറ്റൊരു സൊല്യൂഷനാണ്. സോ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഫണ്ടമെൻ്റൽ തിയറി അനുസരിച്ച് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് C1y1 എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനാണ്. C1y1 ഈസ് ഓൾസോ എ സൊല്യൂഷൻ ആൻഡ് സിമിലർലി C2y2 എന്ന് പറയുന്നത് മറ്റൊരു സൊല്യൂഷനാണ്, ഈസ് ഓൾസോ അനദർ സൊല്യൂഷൻ. സോ ജനറലി നമുക്ക് പറയാൻ പറ്റും y എന്ന് പറയുന്നൊരു സൊല്യൂഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. y എന്ന് പറയുന്ന സൊല്യൂഷൻ C1y1 പ്ലസ് C2y2 ആണെന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു C1 ഇ റേസ് ടു മൈനസ് 2x പ്ലസ് C2 ഇ റേസ് ടു എക്സ് വേർ C1 ആൻഡ് C2 ആർ ആർബിട്രറി കോൺസ്റ്റൻറ്റ്. സോ നമുക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റും ദിസ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഹോമോജീനിയസ് ഇക്വേഷൻ. സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇതിനെ നമ്പർ 1 എന്ന് കൊടുത്തു. ജനറൽ സൊല്യൂഷൻ ഓഫ് 1. ഓക്കെ, 1ൻ്റെ ജനറൽ സൊല്യൂഷനാണ് നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് ജനറൽ സൊല്യൂഷനിലേക്ക് C1y1ലേക്ക് ഈ C1നും C2നും നമ്മളൊരു പെർട്ടിക്കുലർ വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അവിടെ എന്ത് ചെയ്തു, എനിക്ക് നമ്മൾ തുടർന്ന് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം അതുപോലെ തന്നെ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിനകത്ത് ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഇനീഷ്യൽ കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് C1ൻ്റെയും C2ൻ്റെയും വാല്യൂവിനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിൽ ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും. ആ ബൗണ്ടറി കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ടും എനിക്ക് എന്ത് ചെയ്യാം, C1നും C2നും പെർട്ടിക്കുലർ വാല്യൂസ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ എനിവേ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് C1ലും C2ലും ഈ സൊല്യൂഷൻ വർക്ക് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഏതിപ്പോൾ C1ന് ഒരു 5 എന്നും C2ന് ഒരു 10 എന്നും എടുത്തു കഴിഞ്ഞാൽ 5 ഇ റേസ് ടു മൈനസ് 2x പ്ലസ് 10 ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് സൊല്യൂഷനാണ്. ദാറ്റ് ഈസ് എ പെർട്ടിക്കുലർ സൊല്യൂഷൻ ബിക്കോസ് ദ വാല്യൂസ് C1 ആൻഡ് C2 ആർ പെർട്ടിക്കുലർ വാല്യൂസ്. C1ൻ്റെയും C2ൻ്റെയും വാല്യൂസ് പെർട്ടിക്കുലർ വാല്യൂസ് ആയതുകൊണ്ട് തന്നെ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് പറയാം പർട്ടിക്കുലർ വാല്യൂസിന് ഉപയോഗിക്കുന്ന കേസിൽ നമുക്കതിനെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയാം. ആർബിട്രറി കോൺസ്റ്റൻറ്റിന് ഉപയോഗിക്കുമ്പോൾ നമ്മളതിനെന്ത് വിളിക്കും, ജനറൽ സൊല്യൂഷൻ എന്ന് വിളിക്കും.
ഓക്കെ, ഈ ജനറൽ സൊല്യൂഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ പറഞ്ഞു ഞാനിവിടെ y1 ഉപയോഗിച്ചു y2 ഉപയോഗിച്ചു. ഇപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻസ് y1 y2 എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തന്നെ ഈ രണ്ട് ഫംഗ്ഷൻസ് സൊല്യൂഷനായിട്ട് വരുന്ന രണ്ട് ഫംഗ്ഷൻസിന് എടുത്തു. നമുക്കതിനകത്ത് നിന്ന് y1 is equal to c1 e raised to minus 2x, അതുപോലെ തന്നെ y2 എന്ന് പറയുന്ന ആരാ e raised to x എന്ന. ഓക്കെ, y1 ഡിവൈഡഡ് ബൈ y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാവുന്ന എന്താ e raised to minus 2x ഡിവൈഡഡ് ബൈ ആരാ e raised to x ആ. സോ ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റും എന്താണ് e raised to minus 2 മൈനസ് എക്സിന് മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ e raised to minus 3x ആക്കാം. സിമിലർലി y2 ഡിവൈഡഡ് ബൈ y1 ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ലഭ്യമാവുന്ന എന്താ e raised to x ഡിവൈഡഡ് ബൈ e raised to minus 2x ആണ്. ഓക്കെ, ഈ മൈനസ് 2x മുകളിലേക്ക് പോകുമ്പോൾ പ്ലസ് എക്സ് ആവും. e raised to x ഇൻറ്റു e raised to 2x എന്തായി മാറും e raised to 3x ആയി മാറും. ഇൻ ബോത്ത് കേസസ് ഈ വാല്യൂ എന്താണ് e raised to minus 3x എന്ന് പറയുന്നത് നോട്ട് കോൺസ്റ്റൻ്റ് ആണ്, നോൺ കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആണ്. സോ y1 ഡിവൈഡഡ് ബൈ y2 ഓർ y2 ഡിവൈഡഡ് ബൈ y1 ഏത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ലഭ്യമാവുന്ന നോൺ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദിസ് y1 ആൻഡ് y2 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. നോൺ കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെന്ത് പറയാൻ പറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അതർവൈസ് അല്ലാത്ത കേസിൽ ഇപ്പോൾ y1 ഡിവൈഡഡ് ബൈ y1 ഡിവൈഡഡ് ബൈ y2 ഒരു കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ y2 ഡിവൈഡഡ് ബൈ y1 ഒരു കോൺസ്റ്റൻറ്റോ വരുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ കേസിൽ നമുക്ക് പറയാൻ പറ്റും y1 ആൻഡ് y2 ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഡെഫിനിഷൻ രൂപത്തിലേക്ക് അതിനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും അല്ലേ, y1 y2 ആർ two functions അല്ലേ, two functions y1 of x and y2 of x are two functions defined on a interval I, defined on an interval I, defined on an interval I. ഒരു ഇൻ്റർവൽ ഐയിൽ റിയൽ ലൈനിലെ ഒരു ഇൻ്റർവെൽ ഡിഫൈൻഡ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദീസ് ടു ഫങ്ഷൻസ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. y1 ആൻഡ് y2 ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് if y1 of x is equal to k into y2 of x or y2 of x is equal to L into y1 of x. ഓക്കെ, ഈ രണ്ട് കേസിലും കെയും എല്ലും എന്താണ് നമ്പേഴ്സാണ്, റിയൽ നമ്പേഴ്സാണ്. സോ ആക്ച്വലി y1 of x എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താ y1 ഡിവൈഡഡ് ബൈ y2 is equal to constant k. സിമിലർലി നമുക്ക് പറയാൻ പറ്റും y2 ഡിവൈഡഡ് ബൈ y1 is equal to ആരാ constant L, where L and K are real numbers. സോ ഈ കേസിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. അതർവൈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഈ കേസിൽ നമുക്ക് പറയാവുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y1 ഡിവൈഡഡ് ബൈ y2 അല്ലെങ്കിൽ y2 ഡിവൈഡഡ് ബൈ y1 ചെയ്താൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിന് ഒരു റിയൽ നമ്പറിന് നമുക്ക് ലഭ്യമാവില്ല. പകരം നമുക്ക് എന്ത് ചെയ്യും ഫങ്ഷൻസ് ആയിരിക്കും ലഭിക്കുന്നത്. ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അതിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് നെക്സ്റ്റ് വന്ന് ഒരു എക്സാമ്പിളിലേക്ക് പോകാം. എക്സാമ്പിൾ y1 is equal to 6x എടുത്തു, y1 is equal to 6x and y2 is equal to 4x എടുത്തു. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ സാധിക്കും y1 ഡിവൈഡഡ് ബൈ y2 നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭ്യമാവുന്ന
6x divided by 4x. Okay. വളരെ എളുപ്പത്തിൽ നമുക്ക് വാല്യൂ പറയാൻ പറ്റും. ദിസ് ഇസ് ഈക്വൽ ടു ആരായിരുന്നേ അല്ലേ എക്സ് എക്സ് ക്യാൻസൽ ചെയ്ത് പോവാം. ഓക്കെ, എക്സ് എക്സ് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 6ഉം 3ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭ്യമാവും 3/2. സോ ഈസ് എ കോൺസ്റ്റൻറ്റ്. So we can say that y1 here, y1 and y2 are linearly dependent. y1 ഉം y2 ഉം linearly dependent ആണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് വരുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ എടുക്കുന്ന cos x sin x, y1 is equal to cos x. Example 2, y1 is equal to cos x. Okay, y2 is equal to sin x ഇനടുത്ത് sin x. ഓക്കെ, ഇപ്പോൾ വളരെ അണ്ടർസ്റ്റുഡ് ആണ് ഇതിനകത്തുനിന്ന് cos എക്സിനെ sin എക്സിൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആയിട്ടോ sin എക്സിനെ cos എക്സിൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആയിട്ടോ എഴുതാൻ സാധിക്കില്ല. അപ്പോൾ y1 ഡിവൈഡഡ് ബൈ y2 നമ്മൾ ചെയ്യുകയാണെങ്കിൽ cos x ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ആ ലഭിക്കുന്നത്. കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താ വരുന്നത് കോസ് ബൈ സൈൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ദിസ് ഈസ് ഈക്വൽ ടു കോട്ട് എക്സ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ കോൺസ്റ്റൻറ്റ്, നോട്ട് എ കോൺസ്റ്റൻറ്റ് ഓർ റിയൽ നമ്പർ. കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ റിയൽ നമ്പർ ഒന്നുമല്ല. കോൺസ്റ്റൻറ്റ് മീൻസ് റിയൽ നമ്പർ തന്നെ. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഇവിടെ y1 y2 ആരാ വരുന്നത് cos x and sin x are linearly independent. cos x and sin x are linearly independent. അല്ലേ, നമ്മൾ നേരത്തെ എടുത്ത e raised to x ഉം e raised to 2x, example 3 അല്ലേ, y is equal to e raised to 2x and y2 is equal to e raised to minus 2x. ഓക്കെ, y1 ഡിവൈഡഡ് ബൈ y2 നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും y1 ഡിവൈഡഡ് ബൈ y2 e raised to 2x divided by e raised to minus 2x. ഓക്കെ, e raised to 2x divided by e raised to minus 2x എടുത്തു കഴിഞ്ഞാൽ minus 2x മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ e raised to 4x ആണ് വരുന്നത്. ഇറ്റ്സ് നോട്ട് എ നമ്പർ, നോട്ട് എ കോൺസ്റ്റൻറ്റ് or a real number. Okay, not a constant. So നമുക്ക് പറയാൻ പറ്റും ഇതെന്താണ് y1 y2 are linearly independent. linearly independent ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ y1 ഉം y2 ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ എക്സ് പ്ലസ് 1 എടുക്കുകയാണെങ്കിൽ അല്ലേ, എക്സാമ്പിൾ ഫോർ y1 is equal to x, y2 is equal to x plus 1 അല്ലേ, y2 is equal to x plus 1. ഓക്കെ, ഫൈൻ. ഈ രണ്ട് കേസ് നമ്മൾ എടുക്കുകയാണെങ്കിലും y1 ഡിവൈഡഡ് ബൈ y2 എഴുതി കഴിഞ്ഞാലും അല്ലേ, y1 ഡിവൈഡഡ് ബൈ y2 നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വരുന്നത് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എക്സ് പ്ലസ് 1 ആണ്. പ്രത്യേകിച്ച് നമുക്കതിനെ വേറെ രീതിയിലൊന്നും മാറ്റി എഴുതാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് y2 ഡിവൈഡഡ് ബൈ y1 എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് പറയാൻ പറ്റും ദിസ് ഇസ് ഈക്വൽ ടു y2 ഡിവൈഡഡ് ബൈ y1 എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ആയിരിക്കും. ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും 1+1/x. ഇൻ ബോത്ത് കേസസ് രണ്ട് കേസിലും നമുക്ക് പറയാൻ പറ്റും നോൺ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ y1 is equal to x and y2 is equal to x plus 1 are linearly independent അല്ലേ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് നമുക്ക് പറയാം. സോ ഈ എല്ലാ കേസിലേക്കും വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫങ്ഷൻസിന് y1 y2 എന്ന് പറയുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള പെയർ ഓഫ് ഫങ്ഷൻസ് എടുക്കുന്ന സമയത്ത് ആ പെയർ ഓഫ് ഫങ്ഷൻസിനകത്ത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടും എന്ത് ചെയ്യുന്നു ഫങ്ഷൻസ് വരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞ് നമ്മുടെ ഹോമോജീനിയസ് ലീനിയർ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട് അല്ലേ, നമ്മളെ ഹോമോജീനിയസ് ലീനിയർ സെക്കൻഡ് ഓർഡർ
ഇക്വേഷൻ നമ്മൾ അതിലുണ്ട്. എന്താണ് വന്നത്? വൈ ഡബിൾ ഡാഷ് പ്ലസ് എഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, എഫ് എക്സ് ഇൻറ്റു വൈ ജി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0. അപ്പോൾ സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എടുക്കുമ്പോൾ ഡെഫിനറ്റായിട്ടും ഇതിന് 2 സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും അല്ലേ? സോ y1 of x and y2 of x are 2 solutions of this homogeneous equation 1. If y1 and y2 are linearly independent, അതിന് ഹോമോജീനിയസ് ഇക്വേഷൻ്റെ 2 സൊല്യൂഷൻസ് ആവുകയും അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുകയും ചെയ്യുകയാണെങ്കിൽ y1 and y2 will form a basis, അല്ലേ? ഒരു ബേസിസ് ഫോം ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് സൊല്യൂഷൻ ആവുന്ന രീതിയിൽ, പെയർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഫങ്ഷൻസ് സൊല്യൂഷൻ ആവുന്ന രീതിയിൽ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻസ് ഇതിനകത്തേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് പറയാൻ പറ്റും, അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ആ y1 y2 എന്ന് പറയുന്നത് ഒരു ബേസിസ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഓൺ ആൻ ഇൻ്റർവൽ ഐ വേർ ഒരു ഇൻ്റർവൽ ഉണ്ടായിരിക്കും, ഈ ഫങ്ഷൻസ് y1ഉം y2ഉം ഡിഫൈൻഡ് ആവുന്ന ഒരു ഇൻ്റർവൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ബേസിസിന് പറയുന്ന മറ്റൊരു പേരാണ് ഫണ്ടമെൻ്റൽ സിസ്റ്റം. ബേസിസിന് പറയുന്ന മറ്റൊരു പേരാണ് ഫണ്ടമെൻ്റൽ സിസ്റ്റം. ഫണ്ടമെൻ്റൽ സിസ്റ്റം. സോ y1 y2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ പെയർ ഓഫ് സൊല്യൂഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത് ബേസിസ് ഫോം ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതിനകത്തുനിന്ന് മറ്റൊരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ y1 സപ്പോസ് y1 അല്ലേ, let's y1 of x and y2 of x are solutions of to the homogeneous equation, linear homogeneous second order linear homogeneous differential equations in the solution ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. and y1 of x and y2 of x are linearly independent. അത് ലീനിയർലി എന്താവുന്നുണ്ട്, ഇൻഡിപെൻഡൻറ്റും ആവുന്നുവെങ്കിൽ then we can say that y is equal to c1 y1 of x plus c2 y2 of x is the general solution of two homogeneous second order linear homogeneous differential equationൻ്റെ general solution ആയിരിക്കും. y1 of x ഉം y2 of x ഉം സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനായ y ഡബിൾ ഡാഷ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു y ഡാഷ് പ്ലസ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് ആണെങ്കിൽ, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ആണെങ്കിൽ c1 y1 ഓഫ് എക്സ് പ്ലസ് c2 y2 ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ ജനറൽ സൊല്യൂഷൻ ആയിരിക്കും. അതുപോലെ തന്നെ y1 ഉം y2 ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ദാറ്റ് വിൽ ഫോം എ ബേസിസ് ഓർ എ ഫണ്ടമെൻ്റൽ സിസ്റ്റം. ഓക്കെ, വി ക്യാൻ മൂവ് ടു ആൻ example. Okay, example, the functions y1 is equal to e raised to minus 6, y2 equal to e raised to 2x.
y2 equal to e raised to 2x are the solutions of the equation are solutions of the equation y double dash minus y dash minus y dash minus 2y y dash minus 2y equal to 0. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാൻ പറ്റും. ഇതിനകത്തേക്ക് y1 ഡാഷ് എന്ന് പറയുന്ന ആരായിരിക്കും? ഈ മൈനസ് ഇ റേസ് ടു മൈനസ് 6 ആണ്. y1 ഡബിൾ ഡാഷ് എന്ന് പറയുന്ന ആരാ? ഇതിനകത്തേക്ക് വരുമ്പോൾ വീണ്ടും ഇ റേസ് ടു മൈനസ് 6 ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ നമ്പർ 3യിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്ലൈ ഇൻ 3യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ലഭ്യമാവും? ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 6 മൈനസ് ഇ റേസ് ടു മൈനസ് 6 മൈനസ് 2 e raised to minus 6 minus e raised to minus 6 plus e raised to minus 6 minus 2 e raised to minus 6. Okay, e raised to minus 6 plus e raised to minus 6 is equal to 2 e raised to minus 6 minus 2 e raised to minus 6 is equal to 0. Equation 3 ne satisfy ചെയ്യുന്നുണ്ട്. Therefore, y is equal to e raised to minus 6 is solution of 3. Equation 3യുടെ സൊല്യൂഷനാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇ റേസ് ടു 2x അല്ലേ, y2 ഈക്വൽ ടു ഇ റേസ് ടു 2x. ഓക്കെ, ആ y2യുടെ അതിൽ y2 ഡാഷ് നമുക്ക് എടുക്കാം. y2 ഡാഷ് ഇസ് ഈക്വൽ ടു 2 ഇ റേസ് ടു 2x. y2 ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 4 ഇ റേസ് ടു 2x. ഓക്കെ, അപ്പോൾ ഈ കേസിലേക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മളിതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് 2y y ഡബിൾ ഡാഷ് അല്ലേ, ദിസ് ഈസ് y ഡബിൾ ഡാഷ് മൈനസ് y ഡാഷ് മൈനസ് 2y ഈക്വൽ ടു 0 എന്നാണ്. ആ y ഡബിൾ ഡാഷിലേക്കുള്ള വാല്യൂ 4 ഇ റേസ് ടു 2x മൈനസ് y ഡാഷിലേക്കുള്ള വാല്യൂ മൈനസ് 2 ഇൻറ്റു ഇ റേസ് ടു 2x മൈനസ് 2 ഇ റേസ് ടു 2x. y is equal to e raised to 2x ആണ്. ഇതിനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദാറ്റ് ഈസ് ഈക്വൽ ടു 4 e raised to 2x equal to 4 e raised to 2x minus 4 e raised to 2x equal to 0 satisfy ചെയ്യുന്നത്. So we can say that both the y1, therefore y1 is equal to e raised to minus 6 and y2 is equal to e raised to 2x e raised to 2x are solutions of this equation 3. Okay, equation 3യുടെ solutions ആണ്. Okay, equation 3യുടെ solutions ആയതുകൊണ്ട് തന്നെ equation 3യുടെ solutions ആണ്. ഇക്വേഷൻ 3യുടെ സൊല്യൂഷൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, അതിനകത്തേക്ക് വരുന്ന നമുക്ക് പറയാൻ പറ്റും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ നമുക്ക് നോക്കി വെക്കാം. ഇക്വേഷൻ 3 ഹോമോജീനിയസ് ആണ്, ലീനിയർ ആണ്, സെക്കൻഡ് ഓർഡർ ആണ്. സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഇക്വേഷൻ്റെ 2 സൊല്യൂഷൻസ് നമുക്ക് കിട്ടി. y1 ഡിവൈഡഡ് ബൈ y2 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. y1 ഡിവൈഡഡ് ബൈ y2 ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 6 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു 2x. ആ 2x നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് 6 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2x കൊടുത്താൽ ഇ റേസ് ടു മൈനസ് 3x ഇസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. വളരെ സിമ്പിളാണ്, നമുക്ക് പറയാൻ പറ്റും y1 ഉം y2 എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. therefore y1 and y2 are linearly independent. Therefore, y1 is equal to e raised to minus 6 and y2 is equal to e raised to 2x is a basis of 3 basis of equation 3 യുടെ basis ആണ്.
Okay, and also we can say that, therefore we can say that y is equal to c1 e raised to minus 6 plus c2 e raised to 2x is the general solution of general solution of the homogeneous linear differential equation 3. Homogeneous linear differential equation general solution ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, മറ്റൊരു എക്സാമ്പിളിലേക്കും കൂടി നമുക്ക് നീങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു ഭാഗം പറയാം. ദിസ് ഈസ് ഈക്വൽ ടു y1 ഈക്വൽ ടു e raised to x, y2 is equal to e raised to 3x. y1 equal to e raised to x, y2 equal to 3 e raised to x. Sorry, this is 3 e raised to x. y2 equal to 3 e raised to x. So, are the solutions of y double dash. This is are the solutions of this as y double dash minus 2y dash plus y equal to 0. Okay, solution ആണ് ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് ആയിട്ട് ലെഫ്റ്റ് ചെയ്യാണ്. അത് സൊല്യൂഷൻ ആണോ നിങ്ങൾ വെരിഫൈ ചെയ്യാം. പക്ഷേ അതിനകത്തുനിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും y1നെയും അതുപോലെ തന്നെ നിങ്ങളുടെ y2നെയും നിങ്ങൾ വെരിഫൈ ചെയ്താൽ y1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് y2. സോ y2 ഈസ് ഈക്വൽ ടു 3 ടൈംസ് ഓഫ് y1 ആണ്. ആക്ച്വലി y2 ഡിവൈഡഡ് ബൈ y1 ഈസ് ഈക്വൽ ടു 3, എ കോൺസ്റ്റൻറ്റ്. Okay, so we can say that here y1 and y2 are linearly dependent. ഇവിടുത്തെ y1 ഉം y2 എന്താണ് linearly dependent ആണ്. So they will not form a basis. Therefore ഇതെന്ത് ചെയ്യില്ല, y1 y2 എന്ത് ചെയ്യില്ല, y1 equal to e raised to x and y2 equal to e raised to 3 e raised y2 equal to 3 e raised to x, y2 equal to 3 e raised to x is not a basis. എന്തല്ല, ബേസിസ് അല്ല നമുക്ക് പറയാൻ പറ്റും. സോ നമ്മൾ വളരെ ക്ലിയർ ആണ് നമ്മളുടെ ഡിസ്കഷനുകളിലൂടെ നമുക്ക് പറയാൻ പറ്റും ബേസിസ് എന്ന് പറയുന്നത് y1 y2 എന്ന് പറയുന്ന ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ആണെങ്കിൽ നമുക്കതിനെ ബേസിസ് എന്ന് പറയാം. ആ രണ്ടും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ആണെങ്കിൽ y is equal to c1 y1 of x, c2 y2 of x എന്ന് പറയുന്നത് എന്തായിരിക്കും, സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാം. ദാറ്റ് സൊല്യൂഷൻ ഈസ് കാൾഡ് ജനറൽ സൊല്യൂഷൻ. ആ ജനറൽ സൊല്യൂഷനകത്ത് c1നും c2നും പർട്ടിക്കുലർ വാല്യൂസ് ലഭ്യമാവുമ്പോഴാണ് സൊല്യൂഷൻ നമ്മളെന്ത് പറയുന്നത്, പർട്ടിക്കുലർ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. രണ്ട് ഫങ്ഷൻസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ അതെന്ത് ഫോം ചെയ്യും, ബേസിസ് ഫോം ചെയ്യും. ഓക്കെ, ഈ സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബേസിസിനെ കുറിച്ചും ജനറൽ സൊല്യൂഷനെ കുറിച്ചും ലീനിയർ ഇൻഡിപെൻഡൻസിയെക്കുറിച്ചും ഡിപ്പെൻഡൻസിയെക്കുറിച്ചുമാണ്. ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് ലിറ്ററേച്ചറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അതിന് വർക്കൗട്ട് ചെയ്ത് നോക്കുകയും ഈ കോൺസെപ്റ്റ് തെറുവാക്കുകയും ചെയ്യണമെന്ന് കൂടെ സന്ദർഭികമായി പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. കണ്ടിന്യൂ യുവർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.